ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വീണ്ടും നമ്മളൊരു ടൈം മാനേജ്മെൻറ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. രാവിലെ 5 മണി മുതൽ വൈകുന്നേരം 10:30 വരെയുള്ള സമയം എങ്ങനെ നമുക്ക് നല്ല രീതിക്ക് ഉപയോഗിച്ച് നമ്മുടെ ജോലികളെല്ലാം തന്നെ കൃത്യമായിട്ട് എങ്ങനെ ചെയ്ത് തീർക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യണം. അപ്പോൾ ഇന്ന് മക്കൾക്ക് ക്ലാസ്സുള്ള ഒരു ദിവസമാണ്. അപ്പോൾ സമയം 5:15. അപ്പോൾ നമ്മൾ അടുക്കളയിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം അടുക്കളയിൽ നമ്മൾ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രങ്ങൾ തലേദിവസം വെച്ചിട്ടുണ്ടാവുമല്ലോ, അതെല്ലാം തന്നെ എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി കുറേ പാത്രങ്ങൾ കഴുകാനായിട്ട് വരും. പാചകം ചെയ്യുന്ന ഓരോ സമയത്തും പിന്നും വരുമ്പോൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് ഈസി ആയിരിക്കും. അപ്പോൾ എനിക്ക് വരുമ്പോൾ തന്നെ ഇത് കാണുമ്പോൾ അത്രയ്ക്കൊരു ഇൻട്രസ്റ്റ് അല്ല കേട്ടോ. എന്നാൽ പോലും ഇത് ചെയ്ത് കഴിയുമ്പോഴത്തെ ആ ഒരു വൃത്തി കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അത് അങ്ങനെ ചെയ്യുന്നതാണ് നല്ലതെന്ന്. അപ്പോൾ നിങ്ങളും ഇതുപോലൊക്കെ തന്നെയായിരിക്കും എന്നെ പോലെ ചെയ്യുന്നത്. എന്നാലും നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഏതെങ്കിലും ദിവസമൊക്കെ മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ആ ഒരു റുട്ടീനിലോട്ട് വരാനായിട്ട് തോന്നും. കാരണം വീട്ടുജോലികൾ എന്ന് വെച്ചാൽ അടുപ്പിച്ച് നമുക്ക് ചെയ്യുമ്പോൾ എന്നും ഒരുപോലെയാണ്. കുറേ മടുപ്പും ബോറടിയൊക്കെ തോന്നും ചില ദിവസം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു എനർജി കിട്ടാനാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ഇടയ്ക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ പാത്രങ്ങളെല്ലാം തന്നെ ഞാൻ എടുത്ത് മാറ്റി വെച്ച ശേഷം ഇന്ന് ഞാൻ കടലക്കറിയും പുട്ടുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വേഗം തന്നെ കടല വേവിക്കാനായിട്ട് വെക്കുകയാണ്. കാരണം അത് വെന്തിട്ട് ഇത്തിരി നേരം കുക്കറിൽ ഇരുന്നാലാണ് അത് നല്ല രീതിക്ക് വേവുകയും കുറച്ചുകൂടി ടേസ്റ്റ് പോലെ എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാനതിലേക്ക് ഒരു വലിയ സവാളയും 2 പച്ചമുളക്, തക്കാളി എന്നിങ്ങനെയുള്ളതൊക്കെ ചേർത്ത് ഉപ്പ് ചേർത്തിട്ടാണ് കടല വേവിച്ച് വെക്കാറുള്ളത്. അപ്പോൾ കറിക്ക് കുറച്ചും കൂടി ഒരു തിക്നെസ്സും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അത് ഞാൻ വെച്ച ശേഷമാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വിചാരിക്കുന്നത്. സാധാരണ ഒരു 15 മിനിറ്റ് എടുത്തിട്ട് രാവിലെ നമ്മൾ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ലഞ്ചിൻ്റെ ഐറ്റംസൊക്കെ പുറത്തോട്ട് എടുത്ത് വെക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുക. സാധാരണ ഫ്രിഡ്ജിൽ ഇപ്പോൾ ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വെക്കുക. അതൊക്കെയാണ് 15 മിനിറ്റ് കൊണ്ട് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് കടലക്കറിയുടെ പ്രിപ്പറേഷൻ ചെറുതായിട്ടൊന്ന് നേരത്തെ ചെയ്ത് വെക്കുന്നതുകൊണ്ട് മാത്രം ഇത്തിരി സമയം എക്സ്ട്രാ വന്നപ്പോൾ അതുകൊണ്ട് ഒരു അരമണിക്കൂർ എടുത്തിട്ടാണ് അടുക്കളയിലുള്ള രാവിലത്തെ ജോലികളൊക്കെ ഞാൻ ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുട്ടിനുള്ള പൊടിയും കൂടി ഞാൻ അവിടെ നനച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്ത് വന്നപ്പോഴേക്കും ഏകദേശം 5:45 അങ്ങനെ സമയം ഇപ്പോൾ 5:45. ചില ദിവസങ്ങളിൽ 5:30 ആകുമ്പോഴേക്കും അടുക്കളയിലത്തെ കാര്യങ്ങൾ ഒതുങ്ങുകയാണെങ്കിൽ 5:30 ആകുമ്പോഴാണ് എൻ്റെ ഒരു പ്രയർ ടൈം എന്ന് പറയുന്നത്. ഒരു 15 മിനിറ്റാണ് പ്രയറിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ അടുക്കളയിലെ ആ കാര്യങ്ങളൊക്കെ കുറച്ച് അവിടെ സെറ്റാക്കി വെച്ച് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ കുറച്ചും കൂടി സമാധാനമായിട്ട് ഇരിക്കാം. കാരണം എന്താ വെച്ചാൽ മക്കൾക്ക് ക്ലാസ്സുള്ള ദിവസം മൊത്തത്തിൽ തിരക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊന്നും ഒതുങ്ങിയാൽ നമുക്ക് ടെൻഷനില്ലാതെ രാവിലെ ഒക്കെ ചെയ്ത് തീർക്കാം. അങ്ങനെ സമയം 6 മണിയായി. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇനി അടുക്കളയിലുള്ള പാചക പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ചോറ് അടുപ്പത്ത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുക്കറിലാണ് വെച്ചിരിക്കുന്നത്. അത് വേവുന്ന നേരം കൊണ്ട് കറി ഉണ്ടാക്കാനുള്ള പച്ചക്കറികൾ നമ്മൾ അരിഞ്ഞെടുത്തു കേട്ടോ. അപ്പോൾ വെള്ളരിക്ക മോരുകറിയാണ് ഇന്ന് ചാറുകറിയായിട്ട് ഉണ്ടാക്കണത്. പിന്നെ ഒരു തോരനും ഉണ്ടാക്കാറുണ്ട്. വല്ലാതെ തിരക്കുള്ള ദിവസമാണെങ്കിൽ തോരൻ ഉണ്ടാക്കില്ല, ചാറുകറി മാത്രം ഉണ്ടാക്കുള്ളൂ. അപ്പോൾ വല്ല പപ്പടമോ അങ്ങനെ എന്തെങ്കിലും വറക്കും. അപ്പോൾ എന്തായാലും നമ്മൾ തോരൻ ഉണ്ടാക്കുന്നത് പച്ചച്ചക്ക വെച്ചിട്ടുള്ള തോരനാണ്. അത് നമ്മൾ നേരത്തെ കൂട്ടി നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ചക്ക എടുത്ത് നന്നാക്കി ഉണ്ടാക്കാന്ന് വെച്ചാൽ നടക്കണ കാര്യമല്ല. അപ്പോൾ തലേദിവസം നന്നാക്കി എടുത്തിട്ടുള്ള ചക്കയാണ്. അപ്പോൾ നമ്മളതേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ തിരക്കൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഞാൻ ഇങ്ങനത്തെ തോരനൊക്കെ ഉണ്ടാക്കേണ്ട ഐറ്റംസൊക്കെ തലേദിവസം പയറാണെങ്കിലൊക്കെ ചിലപ്പോൾ നന്നാക്കി വെക്കും. അല്ലാതും പറ്റില്ലല്ലോ, ചില ഐറ്റംസൊക്കെ ചിലപ്പോൾ അങ്ങനെ നന്നാക്കി വെക്കാറുണ്ട്. ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ എന്തായാലും തലേദിവസമൊക്കെ നന്നാക്കി വെച്ചിട്ടാവും ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവുക. കാരണം രാവിലെ എല്ലാം കൂടി ചെയ്യാമെന്ന് വെച്ചാൽ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്തായാലും തോരൻ റെഡിയായി. സൈഡിൽ ദേ മോരുകറി നമ്മൾ ലാസ്റ്റത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കറികളൊക്കെ ഇതൊക്കെ ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് റെസിപ്പി പറയേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങൾക്ക് ആ ടൈമിൻ്റെ ഒരു മാനേജ്മെൻറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ചെയ്തത്. ഒരു കാര്യം നമ്മൾ എന്തായാലും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പ്ലാൻ ഉണ്ടായിരിക്കുക. എന്നാൽ മാത്രമേ ഈ ടൈം കൊണ്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചിലർ ചോദിക്കും ഇത്ര സമയം കൊണ്ട് ഇത് ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന്. പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചെയ്ത് തീർക്കാം. നമുക്കൊരു പ്ലാനിങ് ഇല്ലാണ്ടാവുമ്പോഴാണ് എന്തുണ്ടാക്കണം എന്ന് നമ്മൾ ആലോചിച്ച് നിൽക്കുകയും അതുപോലെ തന്നെ നേരത്തെ കൂട്ടി ചില കാര്യങ്ങൾ നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നത് നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല, കാരണം പ്ലാൻ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ടൈമും കാര്യങ്ങളൊക്കെ പോവും. നമുക്ക് ആ ഒരു ജോലിയുടെ സ്പീഡ് ഉണ്ടാവില്ല. ഇതിപ്പോൾ നമുക്കായാലും അറിയാം, ഇന്ന് ഞാൻ പുട്ടും കടലയാണ് ഉണ്ടാക്കണേ ബ്രേക്ക്ഫാസ്റ്റിന്, ഇന്ന് ഞാൻ ഇന്ന കറികളാണ് ഉണ്ടാക്കണേന്ന് തലേദിവസം നമുക്ക് പ്ലാനുള്ളതുകൊണ്ട് എത്ര ടൈം അതിനെടുക്കും നമുക്കൊരു ഐഡിയ ഉണ്ട്. അങ്ങനെ സമയം 7:15. അപ്പോൾ ഞാൻ ചായ കുടിക്കാനായിട്ടിരിക്കുകയാണ്. മക്കൾ പള്ളിയിൽ പോകുന്നുണ്ടല്ലോ. അപ്പോൾ വന്നു കഴിയുമ്പോൾ അവർ കുറച്ച് നേരം എൻ്റെ കൂടെ ഇരിക്കും, സംസാരിക്കും. പിന്നെ ഇത്തിരി എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കും. അത്ര സമയം കിട്ടാറില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാണ്.
അപ്പോൾ ചേട്ടൻ അവിടെ പുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ആണെങ്കിൽ ചേട്ടൻ ഞാൻ സഹായിക്കാറുണ്ട്. അത് പണ്ട് മുതലേക്ക് അങ്ങനെ ജോലിക്ക് പോകുന്ന സമയം തൊട്ട് അങ്ങനെ തന്നെയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ പറ്റുന്ന ജോലികൾ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യും. ചിലപ്പോൾ മക്കളുടെ കാര്യങ്ങളെല്ലാം കെയർ ചെയ്യുകയാണെങ്കിൽ അത്, അല്ലെങ്കിൽ കുക്കിങ്ങിൻ്റെ കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ രാവിലെ എനിക്കും കൂടി കുറച്ച് തിരക്ക് കുറയും. അപ്പോൾ അങ്ങനെ സമയം 7:30 കഴിഞ്ഞു. അപ്പോൾ ഇവിടുത്തെ പുട്ടൊക്കെ ഉണ്ടാക്കി ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കടലക്കറി ഇനി വേഗം തന്നെ റെഡിയാക്കുകയാണ്. കടലക്കറി സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ ചെയ്യുന്നത്. അതിലാകെ ചെയ്തിട്ടുണ്ടായിരുന്ന ആദ്യം സവാളയും തക്കാളിയൊക്കെ നമ്മൾ നേരത്തെ കൂട്ടി കടലയുടെ കൂടെ തന്നെ വേവിച്ചെടുത്തു. അപ്പോൾ കറിക്ക് കുറച്ചും കൂടി ഒരു തിക്നെസ് കിട്ടും. ഇനി നമ്മൾ ചുവന്നുള്ളി ചേർത്ത് കൊടുത്തിട്ട് അതിൽ പൊടികളൊക്കെ ചേർത്ത് നിന്ന് പച്ചമണൊക്കെ പോയി കഴിഞ്ഞപ്പോൾ കടല അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഈ കടലക്കറിക്ക് കുറച്ച് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പാണ് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 1/2 കപ്പ് വെള്ളത്തിൽ അല്ലെങ്കിൽ ഒരു കപ്പ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂണ് നമുക്ക് കട്ടി ആവശ്യമനുസരിച്ച് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ട് ഒന്ന് കലക്കി എടുത്തിട്ട് അത് ഈ കടലക്കറിക്ക് ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കുക. അപ്പോൾ കറിക്ക് ഒരു ചെറിയൊരു തിക്നെസ്സും കിട്ടും, വേറെ ടേസ്റ്റിൽ വ്യത്യാസവും വരുന്നില്ല. അപ്പോൾ തിക്നെസ്സിന് ആവശ്യമനുസരിച്ചിട്ട് നമ്മൾ അരിപ്പൊടി ചേർക്കുക. അപ്പോൾ ആദ്യം 1 ടേബിൾ സ്പൂൺ 1 കപ്പ് വെള്ളത്തിൽ കലക്കി ഒന്ന് ചേർത്ത് നോക്കുക. തിക്നെസ് ആയെങ്കിൽ അത് മതി, ഇല്ലെങ്കിൽ കുറച്ചും കൂടി ചേർക്കുക. കുറേ ആവണ്ട കേട്ടോ, വല്ലാതെ തിക്കാവും. അപ്പോൾ ഇതേ നമ്മുടെ കടലക്കറിയും പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ മക്കൾ ക്ലാസ്സിൽ പോകുന്ന തിരക്കായിരിക്കും. അപ്പോൾ അവരെ സഹായിച്ച് അവർ ക്ലാസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ മിണ്ടാതെ സിറ്റ് ഔട്ടിൽ റെസ്റ്റ് ചെയ്യാനിരിക്കുന്ന സമയമാണ്. ഒരു 8:45 മുതൽ ഒരു 9:30 വരെയൊക്കെ ഞാൻ അവിടെ ഇരിക്കും. കാരണം ഇത്രയും നേരം നമ്മൾ ഇത്തരം ജോലികൾ ചെയ്താണ് നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് വേണം. അങ്ങനെ സമയം 9:30 ആകുമ്പോഴാണ് ഞാൻ എൻ്റെ വീട് ക്ലീൻ ചെയ്യുന്ന സമയം. അപ്പോൾ അതിന് മുൻപ് ഒരു ലോഡ് തുണി വാഷ് ചെയ്യാനായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഇട്ട് വെച്ച ശേഷമാണ് വീടൊക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് അടിച്ചു വാരിടുന്നത്. അപ്പോൾ അതായത് വേഗം ഒന്ന് അടിച്ചു വാരിയിടും, അത്രയേ ഉള്ളൂ. ഒരു 1/2 മണിക്കൂർ സമയം മാക്സിമം അത്രയും എടുത്തിട്ടൊന്ന് വീട് മൊത്തത്തിൽ അടിച്ചു വാരിയിടും. എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് റൂമുകളിലൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു വെക്കും. പക്ഷെ ഇപ്പോൾ പണ്ടത്തെ അത്രയൊന്നും അങ്ങനെ എടുത്തു വെക്കാനായിട്ടില്ല കേട്ടോ. മക്കൾ കുറേ കൂടി വലുതായില്ലേ, പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ സ്വയം കുറേയൊക്കെ അവർ ചെയ്യാനായിട്ട് തുടങ്ങി. അല്ലെങ്കിൽ കുറേ ടോയ്സും അല്ലെങ്കിൽ അവർ ക്ലാസ്സിൽ പോകുമ്പോൾ തിരക്കിൽ എടുത്ത് വലിച്ചിടുന്ന ഐറ്റംസും എല്ലാം അവിടെ ഇങ്ങനെ വടിനീളൊക്കെ എടുക്കുന്നുണ്ടാവും. പക്ഷേ അവർ വലുതാവും തോറും നമുക്ക് ചെയ്യേണ്ട ആ ജോലികളൊക്കെ കുറഞ്ഞു വരും. പക്ഷേ ആ നിമിഷങ്ങളൊക്കെ നമ്മൾ മിസ് ചെയ്യട്ടെ. ശരിക്കും പറഞ്ഞാൽ അന്നൊക്കെ നമുക്ക് തോന്നും എന്തൊരു തിരക്കും ബഹളം, അയ്യോ ക്ഷീണമായി, ഇവർ വേഗം ഒന്ന് വലുതായാൽ മതി നമുക്ക് ചില സമയത്ത് ചെറുതായിരിക്കുമ്പോൾ തോന്നും. പക്ഷെ വലുതായി കഴിയുമ്പില്ലേ പിന്നെ വളരെ ഫാസ്റ്റായിട്ട് ടൈം പോകുന്ന പോലെ എനിക്ക് തോന്നുന്നത് കേട്ടോ. എനിക്ക് തോന്നും അയ്യോ ഒരു ഇത്രയും വേഗം വലുതാവണ്ടായിരുന്നു, കുഞ്ഞായിട്ട് ഇരുന്നാൽ മതിയായിരുന്നു എന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നും കുട്ടികളുടെ കാര്യത്തിൽ. കാരണം ഒരു ഏജ് കഴിഞ്ഞ് അവർ പെട്ടെന്ന് ഇങ്ങനെ ഫാസ്റ്റായിട്ട് സമയം പോണ പോലെ തോന്നും. എൻ്റെ ഒരു ലൈഫിൽ എനിക്കിപ്പോൾ ആ ഒരു ടൈമാണ് എനിക്ക് ഫീൽ ചെയ്യണത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അവർ കുഞ്ഞായിരിക്കുന്ന മൊമെൻറ്റ്സ് നന്നായിട്ട് എൻജോയ് ചെയ്യുക. ആ സമയത്ത് ഓവർ ടെൻഷനൊന്നും അടിക്കണ്ട, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. കാരണം ഇവർ വലുതായി കഴിയുമ്പോൾ എനിക്കിപ്പോൾ എപ്പോഴും തോന്നും അയ്യോ അന്ന് കുറച്ചും കൂടി ഇതായിട്ട് അവരുടെ കൂടെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു എന്ന്. അപ്പോൾ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം 10:15 സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇനി വേഗം തന്നെ ഫ്രഷായി റെഡി ആയിട്ട് ഒന്ന് ഷോപ്പിങ്ങിന് പോകണം, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ സാധനങ്ങൾ വാങ്ങാനായിട്ട് പോകണം, വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാനായി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഇഷ്ടം പോലെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ കടകളിൽ എല്ലായിടത്തും വന്നിട്ടുണ്ട്. സ്റ്റാർ ആയാലും ഡെക്കോർ ഐറ്റംസ് ആയാലും ഒക്കെ കേട്ടോ. ഈ പ്രാവശ്യമൊക്കെ ആണെങ്കിൽ ഒരുപാട് വ്യത്യസ്തമായ സ്റ്റാറുകളും ഡിസൈൻസിലൊക്കെ വരുന്നുണ്ട്. പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ കുറേ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും ക്രിസ്മസ് ട്രീ ഒക്കെ വെക്കുന്ന കാരണം അതുമൊക്കെയുള്ള ഡെക്കറേഷൻസ് ഒക്കെ വെറൈറ്റി മോഡൽ വരുന്നുണ്ട്. പിന്നെ കരോൾ മത്സരമൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ കരോളുകൾ നടത്തുമ്പോൾ ഒക്കെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ്, അതായത് മുഖംമൂടിയും പിന്നെ ഡ്രസ്സുകളും അങ്ങനെയുള്ള ഐറ്റംസും എല്ലാം ഉണ്ട്. അപ്പം ഞങ്ങൾക്കിതൊന്നും ആവശ്യമില്ല, എന്നാൽ പോലും ഇതെല്ലാം കാണാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് ഓരോ ഐറ്റംസൊക്കെ ഇങ്ങനെ. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഐറ്റംസ്. അതുപോലെ തന്നെ ക്രിസ്മസ് തൊപ്പികളിൽ തന്നെ വ്യത്യസ്തമായ മോഡലുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ ലൈറ്റ് കത്തുന്ന മോഡൽ ക്രിസ്മസ് തൊപ്പിയൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ആ ഒരു കൊല്ലത്തേക്ക് യൂസ് ചെയ്യാം. അടുത്ത കൊല്ലം ആകുമ്പോഴേക്കും അതൊക്കെ വർക്കാവുമോ തന്നെ എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷേ എന്നാലും ഇത് കണ്ടത് പണ്ടത്തെ കാലത്തെ മുഖംമൂടി ഇത് തന്നെ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജി കേട്ടോ. അത് കാണുമ്പോൾ തന്നെ ഞാനൊക്കെ ഇത് പണ്ട് കരോളിനൊക്കെ ഞങ്ങൾ ഇത് വെച്ചിട്ടൊക്കെ പോയിട്ടുണ്ട്. ഞാനൊരു തവണ ക്രിസ്മസ് പപ്പ ആയിട്ടുണ്ട്, കരോളുടെ മെയിൻ പപ്പ ഒരു തവണ. അപ്പോൾ അന്ന് ഞങ്ങൾ പെൺകുട്ടികളെല്ലാവരും കൂടിയിട്ട് കരോൾ നടത്തി. അപ്പോൾ അതിൽ പപ്പയായിരുന്നു അങ്ങനെ. പിന്നെ ഈ ക്രിസ്മസ് ട്രീകൾ തന്നെ ഒരുപാട് സൈസിൽ ചെറുതും വലുതും ഒക്കെ വരുന്നുണ്ട്.
നമ്മുടെ വീട്ടിൽ വലിയ ക്രിസ്മസ് ട്രീ ഉണ്ട്, അതുകൊണ്ട് പിന്നെ നമ്മളതൊന്നും നമുക്ക് ആവശ്യമില്ല. പിന്നെ ഇത് പല മോഡലിൽ ലൈറ്റ്സ്, മറ്റേ സ്ട്രിങ് ലൈറ്റ്സും ഇതൊക്കെ വരുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള ടോയ്സ് ആട്ടോ. അതൊക്കെ ഹെയർ ബാൻഡ് അങ്ങനത്തെ ഇതൊക്കെ കരോളിനൊക്കെ വെച്ചിട്ട് പോയാൽ നല്ല രസമായിരിക്കും. അതുപോലെ കണ്ണാടികൾ, പിന്നെ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഗിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ, കുറേ ടൈപ്പ്. ക്രിസ്മസ് ഫ്രണ്ട് എടുക്കലുണ്ടല്ലോ, അപ്പോൾ ഇവർക്കും ചെറിയ ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള കുറേ ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റ് ഐറ്റംസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കടകളിൽ കണ്ട ക്രിസ്മസ് ഡെക്കറേഷൻസൊക്കെ. ഞാൻ ജസ്റ്റ് നിങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തതാണ്. പിന്നെ കേക്കുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, കുറേ കേക്കുകളൊക്കെ വന്നിട്ടുണ്ട് ക്രിസ്മസിൻ്റെ. അപ്പോൾ അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു 2 മണി കഴിഞ്ഞപ്പോഴാണ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞ് ആദ്യം തന്നെ ചെയ്യുന്നത് വെജിറ്റബിൾസ് എല്ലാം വാങ്ങിയിട്ട് വന്നത് ഞാൻ വേഗം തന്നെ ഫ്രിഡ്ജിൽ വെക്കും. അതുപോലെ ഇപ്പോൾ പാലോ തൈരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉടനെ ഫ്രിഡ്ജിൽ വെക്കും. മീനൊക്കെ, കാരണം എന്താ വെച്ചാൽ ഇതെല്ലാം വെച്ചിട്ടില്ലെങ്കിൽ ഇതൊക്കെ വന്നോണം തന്നെ അതൊക്കെ നാശമാവും. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ആദ്യം ഇതെല്ലാം കറക്റ്റായിട്ട് പാക്ക് ചെയ്യലാണ് ചെയ്യുക. അപ്പോൾ കടയിൽ പോയി വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ വെജിറ്റബിൾസും അതുപോലെ തന്നെ തൈര് മീനൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഫ്രിഡ്ജിൽ വെക്കുക. ഇങ്ങനത്തെ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യും. ബാക്കി ഐറ്റംസ് ഒന്നും ഞാൻ ഉടനെ എടുത്ത് വെക്കാറില്ല. ഈ ഐറ്റംസൊക്കെ കേട് വരാതിരിക്കാൻ പെട്ടെന്ന് തന്നെ അതിൻ്റെ കറക്റ്റായിട്ട് അത് പാക്ക് ചെയ്ത് വെക്കും. അപ്പോൾ ഇതുപോലെയുള്ള ബോക്സിലാണ് ഞാൻ കുറേ ഐറ്റം വെജിറ്റബിൾ വെക്കണേ. ഞാൻ അത് എപ്പോഴും പറയാറുണ്ട്. നല്ല രീതിക്ക് ഇരിക്കും കേട്ടോ, ഒട്ടും കേട് വരാറില്ല ഈ ഇതിൽ വെജിറ്റബിൾസ് വെക്കുമ്പോൾ. അതിലൊരു കാര്യം എനിക്ക് തോന്നിയത് ഫ്രിഡ്ജിലെ തണുപ്പിൻ്റെ ഇത് കറക്റ്റായിട്ട് ഈ ഒരു ബോക്സിൽ വെക്കുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്തത് നാശമാവണില്ല. പിന്നത്തെ ഒരു കാര്യം, ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചർ നമ്മളൊന്ന് ഇടയ്ക്ക് ശ്രദ്ധിക്കണം കേട്ടോ. തണുപ്പ് കാലം വരുമ്പോൾ ഫ്രിഡ്ജിൻ്റെ തണുപ്പ് അധികം ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് കുറച്ച് നമ്മൾ വെക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ തണുപ്പ് അധികമായിട്ട് വെജിറ്റബിൾസ് ഒരു ഐസ് പിടിച്ച പോലെ വരും. അപ്പോൾ അത് വരാതിരിക്കാൻ ഇടയ്ക്ക് ഒന്ന് ഇതിൻ്റെ സെറ്റിങ്സ് ഫ്രിഡ്ജിൻ്റെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇതുപോലെ നല്ല സ്റ്റോറേജ് കണ്ടെയ്നേഴ്സിൽ വെജിറ്റബിൾ ഇത് ഒരു വട്ടം വാങ്ങുമ്പോൾ നമുക്ക് പൈസ ചിലവുണ്ടെങ്കിലും കുറേ നാളത്തേക്ക് ഇത് യൂസ് ചെയ്യാൻ മാത്രമല്ല ഒട്ടും വെജിറ്റബിൾ കേട് വരില്ല. നമ്മൾ വാങ്ങുന്ന ഐറ്റംസൊക്കെ നാശമായി പോയാൽ പൈസയും നഷ്ടമാണ്. അതുകൊണ്ട് നന്നായിട്ട് അത് സ്റ്റോർ ചെയ്താൽ അത്രയും നന്നായി. അപ്പോൾ നമുക്ക് കുറച്ച് അധികമൊക്കെ വില കുറവിനൊക്കെ കിട്ടുന്ന സമയത്ത് വാങ്ങി വെച്ചതുപോലെ ഉള്ള ബോക്സ് ആണെങ്കിൽ നമുക്കത് സൂക്ഷിച്ച് വെക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഞാൻ എല്ലാ വെജിറ്റബിൾസും ഇതിലൊതുക്കിയൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം വെച്ച ശേഷമാണ് ഞാൻ ലഞ്ച് കഴിക്കുന്നത്. അപ്പോൾ സമയം ഇപ്പോൾ ഒരു 2:30 കഴിഞ്ഞ് 2:45 അപ്പോൾ ഞാനിനി അതൊക്കെ കഴിഞ്ഞ് ലഞ്ച് കഴിച്ചു. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്കത്തെ ലഞ്ച് ഈ സമയമായിപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് 2:45 കഴിഞ്ഞിട്ട് കഴിച്ചത്. അത് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം TV ഒക്കെ കണ്ട ശേഷം കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. നമ്മൾ ഇത്രയും നേരം നടന്നതാണ്, അപ്പോൾ നമ്മൾ റെസ്റ്റ് എടുക്കുക. അപ്പോൾ സമയം ഏകദേശം 3:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3:30 കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ എന്തെങ്കിലും മക്കൾക്ക് ഉണ്ടാക്കി വെക്കണം, അവർ ക്ലാസ് വിട്ട് വരുമ്പോൾ കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ബ്രെഡ് വാങ്ങി കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സാൻഡ്വിച്ച് പോലെ ഉണ്ടാക്കാമെന്ന് വെച്ചു. ഇങ്ങനെ പുറത്ത് പോകുന്ന ദിവസമാണ് ഞാൻ ബ്രെഡ് മേടിക്കുള്ളൂ. അപ്പോൾ സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് 3 കോഴിമുട്ട പുഴുങ്ങിയത് ഞാൻ അങ്ങനെ പൊട്ടിച്ചെടുത്തിരിക്കുക. അങ്ങനെ ഉടച്ച് ഫുള്ളായിട്ട് ഇങ്ങനെ പൊടിച്ച് വല്ലാതെ പേസ്റ്റ് പോലെ ആക്കരുത് കേട്ടോ. അതിലേക്കൊരു കുഞ്ഞ് സവാള ചോപ്പ് ചെയ്ത് പൊടിയായിട്ട് ചോപ്പ് ചെയ്തതും ഇത്തിരി മല്ലിയിലയും പിന്നെ ഒരു കുരുമുളക് പൊടി എരിവിനനുസരിച്ച് ഒരു 1/2 ടീസ്പൂൺ ആണെങ്കിൽ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത്തിരി ഉപ്പും കൂടി ചേർത്തിട്ട് ഇതിലേക്ക് ഒരു മിക്സിങ്ങിന് വേണ്ടി നമുക്ക് 1 ടേബിൾ സ്പൂൺ മയോണൈസാണ് ചേർക്കണത്. അപ്പോൾ അത് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ വല്ലപ്പോഴും കഴിക്കുന്ന ഐറ്റംസ് ആട്ടോ, ഡെയിലി കഴിക്കുന്നതല്ല. ബ്രെഡും ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും എപ്പോഴും കഴിക്കരുത്. അപ്പോൾ ഇത് നന്നായിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ബ്രെഡ് ഒന്ന് ജസ്റ്റ് തവയിൽ വെച്ചിട്ട് ഒന്ന് ഇത്തിരി ബട്ടർ തേച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുക. അതിൽ ഈ ഫില്ലിങ് വെച്ചിട്ട് നമ്മൾ കഴിക്കാം. കെച്ചപ്പ് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ മുകളിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുട്ടികൾക്ക് ഇത് ഇഷ്ടപ്പെടും. അവർക്ക് ക്ലാസ്സൊക്കെ വിട്ട് വരുമ്പോൾ കഴിക്കാനും ഒക്കെ പറ്റുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിനും കഴിക്കാൻ പറ്റുന്നൊരു സാൻഡ്വിച്ചാണ്. അപ്പം നല്ല ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ ആ ബട്ടറൊക്കെ ആയിട്ട് ടോസ്റ്റ് ചെയ്ത് ബ്രെഡ് നല്ല ഒരു ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ ചൂടോടുകൂടി തന്നെ കഴിക്കാം കേട്ടോ. അപ്പോൾ മക്കൾ വന്നു കഴിഞ്ഞപ്പോൾ അവരത് കഴിച്ച് വേഗം തന്നെ ട്യൂഷന് പോയി. അങ്ങനെ സമയം ഇപ്പോൾ ഒരു 4:30 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച എന്തായാലും കിച്ചണിൽ ഇനി കുറച്ച് പണികളുണ്ട്. വാങ്ങിക്കൊണ്ട് വന്ന പലചരക്ക് സാധനങ്ങളൊക്കെ കഴിഞ്ഞതെല്ലാം തന്നെ ഫില്ല് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ ഓരോ ബോട്ടിൽസിലും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൽ ഫില്ല് ചെയ്യില്ല. ആ ബോട്ടിലെല്ലാം കഴുകി ഒന്ന് വെക്കും. അതിനുശേഷം പിന്നെ പുതിയത് വാങ്ങി കൊണ്ടുവരുമ്പോഴാണ് അത് മുഴുവൻ ഇങ്ങനെ ഫില്ല് ചെയ്തൊക്കെ വെക്കുക. അല്ലെങ്കിൽ പഴയതും പുതിയതും കൂടി മിക്സായി കഴിയുമ്പോൾ പിന്നെ അതിൽ ചെള്ളും കാര്യങ്ങളൊക്കെ വരും. ചെള്ള് വരാതിരിക്കാൻ ഞാൻ സാധാരണ ചെയ്യാറുള്ളത് ഒന്നിങ്ങനെ കറുവപ്പട്ടയുടെ എല്ല് ഇട്ട് കൊടുക്കും, ഇല്ലെങ്കിൽ ഗ്രാമ്പു ഇട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ വെക്കുമ്പോൾ അത് കേടുകൂടാതിരിക്കാറുണ്ട്. പിന്നെ പൊടികളെല്ലാം തന്നെ ദേ മൈദ കോൺഫ്ലവർ അങ്ങനെയുള്ളതൊക്കെ ഫില്ല് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നതിലുള്ള വാങ്ങിയ ഐറ്റംസ് എല്ലാം തന്നെ ഇതിൽ ഒതുക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സമയം ഏകദേശം ഒരു 5 മണി കഴിഞ്ഞു. പിന്നെ ഞാൻ വേറെ ഒന്നും ചെയ്തില്ല കേട്ടോ, കുറച്ച് നേരം ഫോൺ നോക്കിയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ 6 മണിയായപ്പോൾ മക്കൾ 2 പേരും ട്യൂഷൻ കഴിഞ്ഞൊക്കെ വന്നിട്ട് അവർ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഞാൻ പിന്നെ അവിടെ എൻ്റെ അടുക്കളയിൽ കുറച്ച് പണികളുണ്ടായിരുന്നത്, കറികളൊക്കെ ചൂടാക്കി വെക്കണമായിരുന്നു, ചോറ് തിളപ്പിച്ച് വെക്കുക, അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഫ്രഷായി വന്ന് സമയം ഇപ്പോൾ ഒരു 6:30 മണിയായി. അപ്പോൾ ഞാനിനി എന്തായാലും മക്കൾക്ക് എക്സാം ആയതുകൊണ്ട് തന്നെ സാധാരണ ഞാൻ വീഡിയോയുടെ എന്തെങ്കിലുമൊക്കെ ജോലികൾക്ക് ഇരിക്കില്ല പതിവ്. പക്ഷേ ഈ സമയം ഇനിയിപ്പോൾ ഞാൻ എക്സാം ആയതുകൊണ്ട് മക്കളെ പഠിപ്പിക്കാനും ചെറുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഞാൻ അവിടെ ഇരുന്നില്ലെങ്കിൽ ഇവർ വർത്താനം പറഞ്ഞിരുന്ന് കളിച്ചിരിക്കും. എക്സാം ആയതുകൊണ്ട് തന്നെ കുറേ പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഡിസ്ട്രാക്ഷൻ ഇല്ലാതിരിക്കാൻ ഞാൻ അവിടെ ചെന്ന് അവരുടെ അടുത്ത് ഇരിക്കുകയാണ്. പിന്നെ റോസുവിനാണെങ്കിൽ ഡൗട്ട്സ് ഉണ്ട്. പിന്നെ മലയാളമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേ ഉണ്ടാക്കിയൊക്കെ എഴുതണ്ടേ സ്വയം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ റോസുവിന് ഡൗട്ട്സാണ്. അപ്പോൾ അതൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുക്കാൻ, ഓരോ ചോദ്യങ്ങൾ വരുമ്പോൾ എങ്ങനെ എഴുതണം എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനൊക്കെയാണ് ഞാൻ ഇരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചോദ്യം ചോദിക്കുമ്പോൾ അത്ര ബുദ്ധിമുട്ടില്ല. പക്ഷേ ഉണ്ടാക്കി എഴുതാൻ പറയുമ്പോൾ കുട്ടികൾക്ക് കുറേയും കൂടി ആലോചിച്ചൊക്കെ എഴുതണ്ടേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവൾക്ക് കൺഫ്യൂഷൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇരുന്ന് എന്തൊക്കെ ഡൗട്ട്സൊക്കെ ഇങ്ങനെ പറഞ്ഞൊക്കെ കൊടുക്കും. അങ്ങനെ സമയം ഇപ്പോൾ ഒരു 8 മണിയായപ്പോഴാണ് ഞങ്ങൾ പ്രയറിൻ്റെ ടൈം. പ്രയർ കഴിഞ്ഞാൽ പിന്നെ പതിവ് പോലെ ഡിന്നർ കഴിക്കും. അപ്പോൾ ഡിന്നർ കഴിക്കുമ്പോൾ കുറച്ച് നേരം കൂടി ആ ഒരു മൂവി കണ്ടുകൊണ്ടിരുന്ന എൻ്റെ ബാക്കി കണ്ടു കേട്ടോ. അങ്ങനെ സമയം 9 മണിയായി. അപ്പോൾ ഞാൻ വേഗം തന്നെ കിച്ചണിലോട്ട് വന്നു. എനിക്ക് കിച്ചൺ ക്ലീനിങ് കഴിഞ്ഞിട്ട് വേണം മക്കളുടെ കൂടെ കുറച്ചും കൂടി നേരം ഒന്ന് അവരെ പഠിക്കാനായിട്ട് സഹായിക്കാൻ. അപ്പോൾ എക്സാം ഒന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ അവർ പിന്നെയും കുറച്ച് നേരം സിനിമയൊക്കെ കണ്ട് അവിടെ ഇരിക്കും. ഞാനും കുറച്ച് നേരം ഇരിക്കും. ഒരു 9:30 ആയിട്ട് ചിലപ്പോൾ അടുക്കളയിലേക്ക് വരുള്ളൂ. പക്ഷേ എക്സാം ആയതുകൊണ്ട് തന്നെ ഞാൻ സിനിമ കാണാൻ അവിടെ ഇരുന്നാൽ കുട്ടികളും അതിൻ്റെ ഒപ്പത്തിന് അവിടെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വിചാരിച്ചു എന്തായാലും വേഗം പണികളൊക്കെ അവസാനിപ്പിച്ച് TV ഒക്കെ ഓഫ് ചെയ്യാം. എക്സാം സമയമാകുമ്പോൾ നമ്മൾ കുറച്ച് നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് കുറച്ചില്ലെങ്കിൽ പിന്നെ കുട്ടികൾക്കും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്കും ഡിസ്ട്രാക്ഷൻ വരുമല്ലോ, കൊച്ചു കുട്ടികളല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം തന്നെ കിച്ചണിലെ പാത്രങ്ങളെല്ലാം വാഷ് ചെയ്ത് അതിന് ശേഷം സ്റ്റൗ എല്ലാം ക്ലീൻ ചെയ്ത് ആ പണികളൊക്കെ പതിവ് പോലെ ഒരു അരമണിക്കൂർ ടൈം എടുത്ത് അതൊക്കെ തന്നെ ചെയ്യാണ്. വൈകുന്നേരം പണി ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഏപ്രിൻ യൂസ് ചെയ്യുക. കാരണം നമ്മൾ ഏപ്രിൻ യൂസ് ചെയ്യണില്ലെങ്കിൽ വൈകുന്നേരം പിന്നെ നമ്മൾ എടുക്കാൻ ചെല്ലുമ്പോഴേക്കും വളരെ ഒരു വൃത്തികേടായിട്ടുണ്ടാവും. പാത്രമൊക്കെ കഴുകി നമുക്ക് തന്നെ ഒരു സുഖം തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഏപ്രിൻ എപ്പോഴും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രസ്സൊക്കെ പുതിയതുപോലെ ഇരിക്കും. അങ്ങനെ 9 മണി കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും പഠിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ ഒരു 9:30 അവിടെ വന്ന് അവരെന്താ പഠിക്കുന്നതൊക്കെ നോക്കിയപ്പോൾ അവർക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ആൻസർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ടീച്ചേഴ്സ്. അതൊക്കെ എഴുതാണ്. പിന്നെ ചില ചോദ്യങ്ങളൊക്കെ ഇല്ലേ, ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. പണ്ടത്തെ കാലത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് പഠിക്കാനൊക്കെ ഉണ്ട്. അതായത് പണ്ടത്തെ കാലത്തെ കൃഷി രീതികൾ, പഴയ കാല ഭക്ഷണ രീതികൾ, അതൊക്കെ റോസുവിനും പഠിക്കാനുണ്ട്. അപ്പോൾ അതൊന്നും അധികം അവർക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളോട് ചിലപ്പോൾ ചോദിക്കും, ഇല്ലെങ്കിൽ ചിലപ്പോൾ ചേട്ടനോട് ചോദിക്കണം, അല്ലെങ്കിൽ അപ്പാപ്പനോട് അമ്മാമ്മയോടൊക്കെ ചോദിച്ചാലാണ് പല കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് അറിവ് കിട്ടണം. അപ്പോൾ അങ്ങനെ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള പല സംസാരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പഠിക്കുന്ന സമയം എപ്പോഴും പോവും. കാരണം ഉത്തരം എഴുതണമെങ്കിൽ പഴയകാല കാര്യങ്ങൾ കുറേയൊക്കെ അറിഞ്ഞിരിക്കുകയും വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് എപ്പോഴും നല്ലതാണെന്ന്. കാരണം പഴയകാല കാര്യങ്ങൾ അറിയാൻ മാത്രമല്ല വീട്ടിലുള്ളവരോടുള്ളൊരു ഡിസ്കഷനും കൂടി പഠനത്തിലൂടെ നടക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് അന്നത്തെ ദിവസം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടൈം മാനേജ്മെൻറ്റ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എങ്ങനെ നമ്മുടെ സമയം ക്രമീകരിക്കാം, നമ്മുടെയും ഫാമിലിയുടെ കൂടെ നല്ലൊരു ടൈം നമുക്ക് എങ്ങനെ സ്പെൻഡ് ചെയ്യാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കുറച്ച് ടിപ്സൊക്കെ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതൊരിക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.